അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. പെരിന്തൽമണ്ണ വാളാങ്കുളം കൈനാറി അയ്യപ്പൻകാവിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷദീപം സമർപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. താന്ത്രിക കർമ്മങ്ങളുടെ ചൈതന്യ നിറവിലും വിവിധ അനുഷ്ഠാന ആഘോഷ പരിപാടികളോടും കൂടി 2 ദിവസങ്ങളിലായാണ് വാളാങ്കുളം കൈനാറി അയ്യപ്പൻകാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. ദൈവപ്രീതിക്കും നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടി കൈനാറി അയ്യപ്പൻകാവ് സന്നിധിയിൽ ലക്ഷദീപം സമർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ലക്ഷദീപം സമർപ്പണത്തിൽ കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ നിരവധി ഭക്തർ ദീപം തെളിയിച്ചു. തന്ത്രി നെല്ലിയോടുമന വിഷ്ണു നമ്പൂതിരി ആദ്യ ദീപം തെളിയിച്ചതോടെയാണ് ലക്ഷദീപ സമർപ്പണത്തിന് തുടക്കമായത്. തുടർന്ന് ഭക്തർ കൂട്ടമായി ശരണമന്ത്രങ്ങളോടെ മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു. ആരാധനാ രീതികളിൽ പല സ്വരൂപങ്ങളിലുള്ള ഒരു ആരാധനയാണ് ദീപാരാധന. ആ ദീപം ഒരു ദീപമായാൽ തന്നെ ഈ ദേവന് ജ്യോതിസായിട്ട് അല്ലെങ്കിൽ പ്രകാശമാനമായിരിക്കും. അത് 1 ലക്ഷമായിട്ടാണ് ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാവനമായിരിക്കുന്ന ഈ സന്നിധിയിൽ വളരെ അഭിമാനത്തോടു കൂടി ആ കൈനാറി ദേവൻ്റെയും ഭഗവതിയുടെയും സമീപത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ലക്ഷദ്വീപം എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ നമുക്ക് ഒരു ഉപനിഷത് വാക്യമുണ്ട്, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്നാണ്. അസത്തുക്കളെല്ലാം നീക്കി സത്തിലേക്ക് നീങ്ങിയ ഒരു വ്യക്തി തൻ്റേതായ അന്ധകാരത്തെ, തമസ്സിനെ നീക്കിക്കൊണ്ട് ജ്യോതിസ്സോടുകൂടി ആ ജീവിതം അല്ലെങ്കിൽ അമൃതത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നാടിന്റെ വിഘ്നങ്ങൾ നീങ്ങാനും വിദ്യാഭ്യാസ പുരോഗതി, രോഗശാന്തി, ദമ്പതികളുടെ ക്ഷേമം, കുടുംബത്തിന്റെ സർവൈശ്വര്യം, സാമ്പത്തിക അഭിവൃദ്ധി എന്നീ കാര്യങ്ങൾ കാംക്ഷിച്ച് ഭക്തർ ഒന്നാകെ ദേവീദേവന്മാർക്ക് വിളക്കുകൾ സമർപ്പിച്ചു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തരും വിളക്കുകൾ തെളിയിക്കാൻ കൈനാറി അയ്യപ്പൻകാവിൽ എത്തിയിരുന്നു. ദീപങ്ങൾ ഒന്നായി തെളിഞ്ഞ മഹോത്സവം നാടിന്റെ ഐക്യവും ഒരുമയും ഉയർത്തി. കൈനാറി ദേവൻ്റെയും തിരുമാതാംകുന്നിലെ അമ്മയുടെയും മുന്നിലായിട്ട് നമുക്കിവിടെ ലക്ഷം ദീപം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും സമീപ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണത്താലാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ലക്ഷദീപ സമർപ്പണം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും, നാട്ടിലെ എല്ലാ ആളുകളുടെ കുടുംബത്തിലെ ആളുകളും, നാട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് വളരെ ഭംഗിയായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് കലശാഭിഷേകം ഭക്തിസാന്ദ്രമായി. ചാക്യാർകൂത്തും അരങ്ങേറി. പങ്കെടുത്ത എല്ലാവർക്കും 2 ദിവസങ്ങളിലും പ്രസാദൂട്ടും ഉണ്ടായിരുന്നു.